ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സെൽഫ് ഡിസിപ്ലിനെ പറ്റിയാണ്. നമ്മളിൽ പലർക്കും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ? നല്ല മോട്ടിവേഷൻ സ്റ്റോറീസും അതുപോലെ മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് എനിക്കും അങ്ങനെയൊക്കെ നേടിയെടുക്കണം, നല്ല ടോപ്പ് ലെവലിൽ എനിക്കും എത്തണം, ഒരുപാട് പണം സമ്പാദിക്കണം, നല്ല വീടൊക്കെ വെക്കണം തുടങ്ങി ഒട്ടനവധി ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും അല്ലേ? ഇങ്ങനെ വളരെയധികം മോട്ടിവേഷൻ ഉള്ളിലുണ്ടെങ്കിലും പലപ്പോഴും ആളുകൾക്ക് ഈ ആഗ്രഹങ്ങളൊന്നും വേണ്ട വിധത്തിൽ നേടിയെടുക്കാൻ പറ്റാറില്ല. എന്തുകൊണ്ടാണ്? നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ്റെ കുറവ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് സെൽഫ് ഡിസിപ്ലിൻ്റെ ലെസൺസ് ആണ് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ്റെ ആദ്യത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, സെൽഫ് ഡിസിപ്ലിൻ മീൻസ് കീപ്പിംഗ് പ്രോമിസസ് യു മെയ്ഡ് ടു യുവർ സെൽഫ് എന്നുള്ളതാണ്. നമ്മളോട് തന്നെ ചില പ്രോമിസസുകൾ ചെയ്യുക. ആ പ്രോമിസസ് വളരെ അച്ചടക്കത്തോടു കൂടി തന്നെ പാലിക്കുക. ഇതാണ് സെൽഫ് ഡിസിപ്ലിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പിൾ. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണ്, നാളെ മുതൽ ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും. ഇങ്ങനെയുള്ള ചെറിയ പ്രോമിസ് നമ്മളോട് തന്നെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേൽക്കണം. അല്ലാണ്ട് രാവിലെ നേരം വെളുക്കുമ്പോൾ നമ്മൾ പറയുകയാണ്, ഇന്ന് ഐ ആം ടു ടയേർഡ്, ഇന്ന് എനിക്ക് വയ്യ, അല്ലെങ്കിൽ പുറത്ത് മഴയാണ്, കുറച്ച് നേരം കൂടി കിടന്നുറങ്ങാം. ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളോട് തന്നെ സത്യസന്ധരായിട്ടിരിക്കുക. നമ്മൾ എന്ത് പ്രോമിസാണോ ചെയ്യുന്നത് അത് നമ്മൾ പാലിക്കാൻ ശ്രമിക്കുക. നല്ല ദൃഢനിശ്ചയത്തോടെ പാലിക്കുക. ഇത് എനിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു ഈ ചെറിയ ചെറിയ ഹാബിറ്റ് നമ്മൾ ചെയ്യുന്നതിലൂടെ. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്യും എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് നമ്മളോട് തന്നെ സത്യസന്ധരായിട്ടിരിക്കുക. നമ്മൾ പറയുന്ന ചെറിയ ചെറിയ പ്രോമിസുകൾ പാലിക്കുക. ഇതുപോലെയുള്ള സെൽഫ് ഡിസിപ്ലിൻ്റെ ചെറിയ ചെറിയ ആക്ഷൻസ് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഇങ്ങനത്തെയുള്ള കൊച്ചു കൊച്ചു പ്രോമിസ്, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഹെൽത്തി ബോഡി വേണം, അതിനുവേണ്ടി ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്യണം. അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. പക്ഷേ നമ്മുടെ ആ ഒരു ഇന്നർ ഫീലിങ്ങുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് ആ ഡിഫിക്കൽട്ടീനെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ ആ ടാസ്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരായിട്ട് മാറുന്നത്. ഡിസിപ്ലിൻ്റെ രണ്ടാമത്തെ ഒരു ലെസൺ എന്ന് പറയുന്നത്, ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ ഡു റൈറ്റ് നൗ എന്നുള്ളതാണ്. പല ആളുകളിലും ഒന്നെങ്കിൽ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പാസ്റ്റിൽ എന്താണ് നമ്മൾ നേരെ ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫെയിലായിട്ടുള്ളത്, അതും അല്ലെങ്കിൽ ആരൊക്കെയാണ് അവരെ വിഷമിപ്പിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചിലരാണെങ്കിൽ ഫ്യൂച്ചറെ ഓർത്ത് വറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഫ്യൂച്ചറിൽ വർക്കായില്ലെങ്കിൽ എന്താകും, അല്ലെങ്കിൽ ഇനിയും നമ്മൾ ഫെയിലാകുമോ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ എന്തൊക്കെ ചിന്തിക്കും തുടങ്ങിയ കാര്യങ്ങളെ ഓർത്ത് വറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ പാസ്റ്റിലും ഫ്യൂച്ചറിലും വറി ചെയ്യാണ്ട് ഈ ഒരു മൊമെൻറ്റിൽ, ഈ ഒരു സെക്കൻഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വളരെ കോൺഫിഡൻസ് കുറവാണ് നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഞാൻ ഒരിക്കലും ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, ഞാൻ വളരെ ബാഡാണ് ഈ ഒരു കാര്യത്തിൽ എന്ന് വിചാരിക്കാണ്ട് ഓരോ ദിവസവും കുറച്ചായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ മനസ്സിലിങ്ങനെ വിചാരിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വളരെ കോൺഫിഡൻറ്റോട് കൂടി സംസാരിക്കുന്നതിനെ പറ്റി വിചാരിക്കുക. മിററിൻ്റെയൊക്കെ ഫ്രണ്ടിൽ പോയി ഡെയിലി കുറച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫ്യൂച്ചറിനെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നീട് നമ്മളത് ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഡിസിപ്ലിൻ്റെ ഒരു അടുത്ത ലെസൺ എന്ന് പറയുന്നത്, ദ പെയിൻ ഓഫ് ഡിസിപ്ലിൻ ഈസ് ബെറ്റർ ദാൻ ദ പെയിൻ ഓഫ് റിഗ്രറ്റ്. ഒരിക്കലും ഡിസിപ്ലിനായിട്ട് ജീവിതം മുന്നോട്ട് പോവുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയുകയാണ്, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്യണം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് നല്ല ഹെൽത്തി സ്ട്രോങ് ആയിട്ടുള്ള ബോഡി കിട്ടുന്നു, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അസുഖങ്ങളൊന്നും വരാതിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ ഈ ഡിസിപ്ലിൻ ഒന്നും ഫോളോ ചെയ്യാണ്ട് നമ്മൾ ഈസി ഗോയിങ് ആയിട്ട് പോയി എന്ന് വെച്ചോ, നമുക്ക് എന്ത് ചെയ്യും? പിന്നീടുള്ള ഒരു വേദന എന്ന് പറയുന്നത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു, നമ്മുടെ ആരോഗ്യം പോകുന്നു, നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ടുള്ള വിഷമങ്ങൾ വരുന്നു. അപ്പം എപ്പോഴും നമ്മൾ രണ്ട് സൈഡും പെയിൻഫുള്ളാണ്. അതിൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് എന്താണ്? നല്ല ഡിസിപ്ലിനോട് കൂടി പോയി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ലോങ് ടേം അച്ചീവ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അടുത്ത ഒരു ലെസൺ എന്ന് പറയുന്നത്, ഡോണ്ട് ടെൽ എവ്രി വൺ യുവർ പ്ലാൻസ്.
ലെറ്റ് യുവർ സക്സസ് സ്പീക്ക്. ഏറ്റവും നല്ല ഒരു ലെസണാണിത്. നമ്മൾ എന്താണോ കാര്യം ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന് ആരോടും പറയാണ്ട് നമുക്കത് ഈച്ച് ഡേ അതിനു വേണ്ടി വർക്ക് ചെയ്ത് നമുക്കത് നേടിയെടുക്കാം. അതിന് പകരം ചിലരൊക്കെയുണ്ട് പബ്ലിക്ലി ഫേസ്ബുക്കിലും മറ്റ് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ഇടും. ഐ എം ഗോയിങ് ടു ഡു ദിസ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ ആ ഒരു എനർജിയൊക്കെ പോയി ആ കാര്യം നടക്കാണ്ട് വരും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? സൈലൻ്റായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഡെയിലി അതിനു വേണ്ടി എഫേർട്ട് എടുത്തതിന് ശേഷം ആ സംഭവം നേടിയെടുക്കുക. അതിനുശേഷം നമുക്കത് പബ്ലിക്ലി അനൗൺസ് ചെയ്യാം. അല്ലെങ്കിൽ ആളുകളെ നീ എങ്ങനെ അത് സാധിച്ചു എന്ന് ഇങ്ങോട്ട് വന്ന് നമ്മളോട് ചോദിക്കുന്നതായിരിക്കും. അടുത്ത ഒരു ഡിസിപ്ലിൻ്റെ ഒരു ലെസൺ എന്ന് പറയുന്നത് ഫോൾ ഇൻ ലവ് വിത്ത് ദ പ്രോസസ് നോട്ട് ദ റിസൾട്ട് എന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലെസൺ ആണിത്. നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും ആ കാര്യം വളരെ എൻജോയ്മെൻ്റ് ചെയ്ത് വളരെ സിൻസിയറായിട്ട് നമ്മളത് ചെയ്ത് തീർക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഒരു അടിപൊളി റിസൾട്ടായിരിക്കും. നമ്മൾ എൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ നമുക്ക് ഒരു ഹൈ ആയിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിച്ച് ഒരു കാര്യവും ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ആ ചെയ്യുന്ന പ്രോസസ്സ് വളരെ സ്മൂത്തായിട്ട് വളരെയധികം ഹാർഡ് വർക്കിങ്ങോട് കൂടി സിൻസിയറായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. നമ്മളൊരു കോഴ്സ് പഠിക്കുകയാണ്. അപ്പോൾ പഠിക്കുന്നത് വളരെ സിൻസിയറായിട്ട് എൻ്റെ നോളജിനെ ഇത് ഇമ്പ്രൂവ് ആക്കുന്നു, ഈ ഓരോ പ്രോസസ്സും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണെന്ന് ഓർത്തുകൊണ്ട് വളരെ സിൻസിയറായിട്ട് പഠിച്ചു തീർക്കുക. അല്ലാണ്ട് എനിക്ക് A+ വേണം, അതും അല്ലെങ്കിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് നേടണം തുടങ്ങിയ ഒരു ലക്ഷ്യമല്ലാണ്ട് ആ ഈച്ച് പ്രോസസ്സ് പഠിക്കുന്ന ഓരോ ദിവസത്തെയും എഫേർട്ടിനെ നമ്മൾ എൻജോയ് ചെയ്ത് പഠിക്കുവാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ റൂം ക്ലീൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ എൻഡ് റിസൾട്ട് നമുക്ക് വേണം, പക്ഷേ അത് മാത്രം ഫോക്കസ് ചെയ്യാണ്ട് ആ പ്രോസസ്സിനെയും കൂടി നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്ത ഒരു ലെസൺ എന്ന് പറയുന്നത് 1% മോട്ടിവേഷൻ ആൻഡ് 99% ഓഫ് ഡിസിപ്ലിൻ എന്നുള്ളതാണ്. മോട്ടിവേഷൻ എന്നുള്ളത് നമുക്കൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ നൽകും. ഒരു കാര്യം സ്റ്റാർട്ടാകണമെങ്കിൽ നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ വേണം. എന്നാൽ ഡിസിപ്ലിൻ എന്നുള്ളത് ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്ത് അതിൻ്റെ എൻഡ് റിസൾട്ട് നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. മോട്ടിവേഷൻ എന്നുള്ളത് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഡിസിപ്ലിൻ എന്നുള്ളത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യമാണ്. മോട്ടിവേഷൻ ഉറപ്പായിട്ടും നമ്മുടെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളുടെ ഉള്ളിൽ ഒരു ത്വര ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. നമ്മളൊരു നല്ല മോട്ടിവേഷൻ സ്പീച്ച് കേട്ട് കഴിയുമ്പോൾ നമ്മൾക്കും അതൊക്കെ നേടിയെടുക്കണം, നമുക്കും അച്ചീവ്മെൻറ്റ് ഉണ്ടാകണം തുടങ്ങിയ ഫീലിങ്സ് ഒക്കെ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. പക്ഷേ അതൊരു 2 ദിവസത്തേക്ക് മാത്രമേ സ്റ്റേ അപ്പ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഡിസിപ്ലിനോടുകൂടി ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അടുത്ത ഒരു ലെസൺ എന്ന് പറയുന്നത് ലേൺ സംതിങ് ന്യൂ എവറി ഡേ എന്നുള്ളതാണ്. വളരെയധികം ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോളജ് എന്നുള്ളത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുക. നമുക്ക് നല്ല ഫ്രീഡവും നമ്മുടെ ഓവറോൾ കഴിവിനെ ഒക്കെ ഇമ്പ്രൂവ് ആക്കാൻ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ സഹായിക്കുന്നതായിരിക്കും. സോ ഓൾവേസ് ട്രൈ ടു ലേൺ സംതിങ് ന്യൂ എവറി ഡേ. അടുത്ത ഒരു ലെസൺ എന്ന് പറയുന്നത് ഡോണ്ട് വെയിറ്റ് ഫോർ പെർഫെക്റ്റ്, ഡിസിപ്ലിൻ സ്റ്റാർട്ട്സ് വിത്ത് വാട്ട് യു ഹാവ് എന്നുള്ളതാണ്. പല കാര്യങ്ങളും തുടങ്ങാൻ വേണ്ടി പെർഫെക്റ്റ് ഡേ അല്ലെങ്കിൽ പെർഫെക്റ്റ് സിറ്റുവേഷൻ ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അതിന് പകരം നമുക്ക് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച് അങ്ങ് തുടങ്ങുക. അതിനുശേഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് തരുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. എന്നാൽ നമ്മളത് എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാമറ വാങ്ങണം, പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യണം തുടങ്ങിയ പല പല കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്നാലൊട്ട് നമ്മൾ തുടങ്ങുന്നുമില്ല. അതിന് പകരം നമുക്ക് എന്താണോ ഉള്ളത്, നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത്, നമുക്കൊരു ചെറിയ സ്മാർട്ട് ഫോൺ ഉണ്ട്, അത് വെച്ചങ്ങ് തുടങ്ങുക. ചെറിയ ചെറിയ വീഡിയോ, അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല, ആദ്യം തുടങ്ങുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നമുക്കതിൽ റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും. നല്ല ഡിസിപ്ലിൻ ഉള്ള ആളുകൾ ഫോളോ ചെയ്യുന്ന അടുത്തൊരു കാര്യം എന്നുള്ളത് അവർക്ക് തന്നെ ചില റൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചിട്ടയായിട്ടുള്ള ജീവിതശൈലി ഫോളോ ചെയ്യുന്ന ഒരാൾ അവരുടെ ജീവിതത്തിന് തന്നെ ചില റൂൾസ് ഉണ്ടാക്കി വെച്ചിരിക്കും. ആ റൂൾസ് അവർ വളരെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യും. ചില റൂൾസ് കൊച്ചു കൊച്ചു റൂൾസ് ആയിരിക്കാം, പക്ഷേ അത് പവർഫുൾ ആയിട്ടുള്ള ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ മോർണിംഗ് 6 o'clock എണീക്കും, അല്ലെങ്കിൽ 9 PM ശേഷം ഞാൻ ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ ഇന്ന അവേഴ്സിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ടൈം സ്പെൻഡ് ചെയ്യത്തില്ല,
തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കറക്റ്റായിട്ട് നമ്മളത് ഫോളോ ചെയ്യുക. നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ ജീവിതം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് പോകാനും ഒക്കെ സഹായിക്കുന്നതായിരിക്കും. അടുത്ത ഒരു ഡിസിപ്ലിനായിട്ടുള്ള ഒരാൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് അഡ്മിറ്റ് യുവർ മിസ്റ്റേക്ക് ആൻഡ് ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് എന്നുള്ളത്. നമ്മൾ ഒരു കാര്യം മെസ്സപ്പാക്കി അല്ലെങ്കിൽ നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്താൽ അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. അത് നമ്മളാണ് ചെയ്യുന്നത്, നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. ആ ഒരു കാര്യത്തിൽ നിന്നും, ഒരു മിസ്റ്റേക്കിൽ നിന്നും നമ്മൾ ലേൺ ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ പഠിച്ച് അത് തിരുത്തുവാൻ നമ്മൾ ശ്രമിക്കുക. അതാണ് നല്ല ഡിസിപ്ലിനുള്ള ഒരാൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.